നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ദേശീയ ചിഹ്നങ്ങൾ പാർട്ട് 2. ദേശീയ പുഷ്പം താമര. താമര ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ്. നിംഫിയ കുടുംബത്തിലെ ജലസസ്യമാണ് താമര അഥവാ വാട്ടർ ലില്ലി. വലുതും ആകർഷകവുമായ പിങ്ക് പൂക്കളിൽ സമമിതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ദളങ്ങളും വിശാലമായ ഫ്ലോട്ടിംഗ് ദളങ്ങളും ശാന്തതയുടെയും ചാരുതയുടെയും പ്രതീതി നൽകുന്നു. ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം വരുന്ന ഹിന്ദുക്കൾ ഇതിനെ പവിത്രമായി കണക്കാക്കുന്നു. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങളാലും മതപരമായ പുരാണങ്ങളാലും നാടോടി കഥകളാലും ഈ പുഷ്പം ചുറ്റപ്പെട്ട് കിടക്കുന്നു. ദീർഘായുസ്സ്, ബഹുമാനം, ഭാഗ്യം, വിജയം എന്നിവയുടെ പ്രതീകമായി ഇത് കണക്കാക്കപ്പെടുന്നു. ശുദ്ധമായ ആഴം കുറഞ്ഞ വെള്ളത്തിലും ചെളി നിറഞ്ഞ ചതുപ്പ് നിലങ്ങളിലും താമരയ്ക്ക് അതിജീവിക്കാൻ കഴിയും. ആയിരക്കണക്കിന് വർഷങ്ങളോളം വീണ്ടും മുളയ്ക്കാൻ കഴിയും. ഏത് സാഹചര്യത്തിലും അതിജീവനത്തെയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധിയെയും ഇത് സൂചിപ്പിക്കുന്നു. താമരയെ പലപ്പോഴും ദൈവങ്ങളുടെ സിംഹാസനമായി ചിത്രീകരിക്കുകയും ആരാധനയിലും മതപരമായ ആചാരങ്ങളിലും പതിവായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ നീളമുള്ള കാണ്ഡത്തിൽ വായു വിടവുകൾ ഉണ്ട്. കൂടാതെ റൈസോമുകൾ വേരുകളുടെ പങ്ക് നിർവഹിക്കുന്നു. താമരയ്ക്ക് ദൈവികത, ഫലപുഷ്ടത, സമ്പത്ത്, അറിവ്, പ്രബുദ്ധത എന്നിവ ഉൾപ്പെടുന്ന ഒരു രൂപക അർത്ഥമുണ്ട്. ചെളി നിറഞ്ഞ കൈമാറ്റങ്ങൾക്കിടയിലും അതിശയകരവും മനോഹരവുമായ പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെടിയുടെ കഴിവ് വൃത്തിയും തിന്മയും ബാധിക്കാത്ത, വൃത്തിയായി തുടരാനും പരസഹായം കൂടാതെ ജീവിതം നയിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. മഹാവിഷ്ണുവിൻ്റെ കണ്ണുകൾ പലപ്പോഴും ദൈവസ്തുതികളിൽ താമരപ്പൂവിൻ്റെ ദളങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിങ്ക് പാദങ്ങളെ ചരൺ കമൽ അല്ലെങ്കിൽ താമരപാദങ്ങൾ എന്ന് വിളിക്കുന്നു. പുരാതന ഇന്ത്യൻ കലയിലും വാസ്തുവിദ്യയിലും ഇത് പലപ്പോഴും രൂപങ്ങളും പാറ്റേണുകളും ആയി ഉപയോഗിക്കുന്നു. ഇന്ത്യൻ ലോട്ടസ് ലീഫിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ച് തോമസ് കിൻഡർട്ട് തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ഇന്ത്യൻ കവിതകളിലും ശില്പങ്ങളിലും പെയിൻറ്റിങ്ങുകളിലും താമരപ്പൂവും ചെടിയുടെ മറ്റു ഭാഗങ്ങളും സംബന്ധിച്ചതിനേക്കാൾ വിശാലമായ ഒരു പ്രതീകാത്മകതയുമില്ല. ഭഗവത്ഗീത താമരയെ വേർപിരിയലിൻ്റെ രൂപകമായി ഉപയോഗിക്കുന്നു. താമര തഴച്ചു വളരുന്ന കലങ്ങിയ ജലത്താൽ ബാധിക്കപ്പെടാത്തതുപോലെ മനുഷ്യർ അവരുടെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും ഉയരണം. ജ്ഞാനത്തിൻ്റെ ദേവതയായ സരസ്വതി അറിവിനെയും സൗന്ദര്യത്തെയും പ്രതിനിധീകരിക്കുന്ന താമരയിൽ ഇരിക്കുന്നവളാണ്. പുരാതന ഇന്ത്യൻ കലകളിലും പുരാണങ്ങളിലും താമര പ്രത്യേക സ്ഥാനമുള്ള ഒരു വിശുദ്ധ പുഷ്പമാണ്. ഇത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ശുഭകരമായ പ്രതീകമായി വളരെ കാലമായി കണക്കാക്കപ്പെടുന്നു. പിങ്ക്, വെള്ള എന്നീ 2 നിറങ്ങൾ മാത്രമാണ് താമരപ്പൂവിൽ ഉള്ളത്. ഒരു നീണ്ട തണ്ടിൽ കലങ്ങിയ ജലത്തിൽ നിന്നും പുഷ്പം ഉയർന്ന് ഭംഗിയായി പൂക്കുന്നു. ഇത് പ്രാഥമികമായി ഒരു ഇന്ത്യൻ പുഷ്പമാണെങ്കിലും ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ, വിയറ്റ്നാം, ഈജിപ്റ്റ്, ഉഷ്ണമേഖല അമേരിക്ക എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. ഇന്ത്യയെ കൂടാതെ വിയറ്റ്നാമിൻ്റെ ദേശീയ പുഷ്പം കൂടിയാണ് താമര. സൂര്യദേവൻ്റെ പ്രതീകമായതിനാൽ ഈജിപ്തിൽ താമരപ്പൂക്കൾ ധാരാളമായി കാണപ്പെടുന്നു. ദേശീയ വൃക്ഷം ആൽമരം. ഫിക്കസ് ബെംഗലൻസിസ് അല്ലെങ്കിൽ ആൽമരം ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. അത്യകുടുംബത്തിൽപ്പെടുന്ന ഒരു വലിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ആലിൻ്റെ ശാഖകൾ വേരുപിടിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വൃക്ഷം അതിൻ്റെ ദീർഘായുസ്സ് വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ തുമ്പിക്കൈകളും ശാഖകളും സൃഷ്ടിച്ചുകൊണ്ടാണ്. ഇന്ത്യൻ പുരാണങ്ങൾ അനുസരിച്ച് ഇത് അനശ്വരമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങൾ പലതും വലിയ തണലുള്ള ആൽമരങ്ങൾക്ക് ചുറ്റുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഗ്രാമബോർഡിൻ്റെ പൊതുയോഗങ്ങൾക്കും ഇടം നൽകുന്നു. വീതിയേറിയ വേരുകളുള്ള ഈ വൃക്ഷത്തിന് ഏക്കറുകളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കാൻ കഴിയും. ആൽമരത്തിൻ്റെ വലിപ്പം, അമർത്യത, മതപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിനെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി തിരഞ്ഞെടുത്തത്.
ചുട്ടുപൊള്ളുന്ന വേനലിൽ ക്ഷീണിതരായവർക്ക് തണൽ നൽകി ഇവ വിശ്രമിക്കാൻ സൗകര്യമൊരുക്കുന്നു. ഇന്ത്യക്കാർ ആദരപൂർവ്വം കാണുന്ന ഈ വൃക്ഷത്തെ ചുറ്റിപ്പറ്റി നിരവധി നാടോടിക്കഥകളും പുരാണ ഇതിഹാസങ്ങളും ഉണ്ട്. ചില ഹൈന്ദവ ആചാരങ്ങൾ ഇതിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. മനുഷ്യരെ കൂടാതെ മറ്റ് പല ജീവജാലങ്ങൾക്കും ഇത് അഭയം നൽകുന്നു. ഇതിന് പ്രത്യേക പരിചരണം ആവശ്യമില്ലെന്ന് പറയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന വൃക്ഷമാണ് ആൽമരം. ഒരു ആൽവൃക്ഷത്തിൻ്റെ ആയുസ്സ് 500-ലധികം വർഷങ്ങളാണ്. ഈ മരങ്ങൾ പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ഒന്നാണ്. ദേശീയ ഫലം മാമ്പഴം. ഇന്ത്യയുടെ ദേശീയ ഫലമാണ് മാമ്പഴം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫറ ഇൻഡിക്ക എന്നാണ്. പഴുത്ത മാംസളമായ മാമ്പഴങ്ങളെ പഴങ്ങളുടെയും രാജാവായി കണക്കാക്കുന്നു. അവ നിസ്സംശയമായും രുചികരമാണ്. പാകം ചെയ്യാത്തവ മസാല അച്ചാറുകൾ ഉണ്ടാക്കാൻ അനുയോജ്യമാണ്. ഇവ ഇന്ത്യൻ പാചക രീതിയിലെ പ്രധാന ഭക്ഷണമാണ്. മാമ്പഴം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഉഷ്ണമേഖലാ പഴങ്ങളാണ്. ഇവ മാങ്കിഫറ ഇൻഡിക്ക ഇനത്തിൽപ്പെടുന്നു. ഇവയുടെ ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യയിൽ പച്ച, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള 100-ലധികം ഇനം മാമ്പഴങ്ങളുണ്ട്. അവയെല്ലാം വിറ്റാമിൻ എ, സി, ഡി എന്നിവയിൽ ഉയർന്നു നിൽക്കുന്നവയാണ്. ഇവ പല രൂപത്തിലും വലിപ്പത്തിലും കണ്ടുവരുന്നു. പുരാതന കാലത്ത് ഈ രുചികരമായ പഴത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത ഇന്ത്യൻ കവി കാളിദാസൻ മാമ്പഴത്തെ പ്രശംസിച്ചിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടറും പ്രശസ്ത ചൈനീസ് സഞ്ചാരിയും ഇതിൻ്റെ അത്ഭുതകരമായ രുചി ആസ്വദിച്ചതായി ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. ബീഹാറിലെ ദർഭംഗയിലെ ലാഖി ബാഗിൽ പ്രശസ്ത മുഗൾ ചക്രവർത്തിയായ അക്ബർ 100,000 മാവുകൾ നട്ടുപിടിപ്പിച്ചതായി പറയപ്പെടുന്നു. എല്ലാ വർഷവും ഡൽഹിയിൽ ഇൻ്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നു. പരമ്പരാഗതമായി ജനപ്രിയമായ ഇന്ത്യൻ മാമ്പഴ ഇനങ്ങളുടെ വിപുലമായ ശേഖരണവും വേഗത്തിൽ കായ്ക്കുന്നതുമായ മാമ്പഴ ഇനങ്ങളുടെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളും ഇതിൽ പ്രദർശിപ്പിക്കുന്നു. ഇത് സന്ദർശകരെ മാമ്പഴത്തിൻ്റെ രുചികൾ അറിയാനും അവരുടെ പഴത്തോട്ടത്തിനായി മാവിൻ തൈകൾ വാങ്ങാനും മാമ്പഴ കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും സഹായിക്കുന്നു. ഈ വേനൽക്കാല പഴം ഉപയോഗിച്ച് നിരവധി മരുന്നുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇതിൻ്റെ വിത്ത് ഭക്ഷ്യയോഗ്യമല്ല. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന നിലയിൽ അത് രാജ്യത്തിൻ്റെ പ്രതിച്ഛായയിൽ സമൃദ്ധി, സമ്പത്ത് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ലോകമെമ്പാടും മാമ്പഴം കൃഷി ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും കയറ്റുമതിക്കായി മാത്രം മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളുമുണ്ട്. ഇന്ത്യ ഓരോ വർഷവും 20 ദശലക്ഷം ടൺ മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. 10 വർഷം മുമ്പ് ഈ കണക്ക് ഏകദേശം 10-11 ദശലക്ഷം ടൺ ആയിരുന്നു. ഇന്ത്യയുടെ ഉൽപ്പാദനത്തിൻ്റെ ഭൂരിഭാഗവും വിപണിക്ക് വേണ്ടിയാണ്. മാമ്പഴം ആപ്പിളിൽ നിന്നും വ്യത്യസ്തമായി വളരെക്കാലം സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഫലമാണ്. മാത്രമല്ല ഇത് വർഷത്തിൽ ഭൂരിഭാഗം വളർത്താൻ കഴിയുമെങ്കിലും ഭൂമിശാസ്ത്രം അനുസരിച്ച് സീസൺ സമയം മാത്രമേ സാധ്യമാകൂ. സംസ്കരണത്തിൻ്റെ ഭൂരിഭാഗവും ചട്നികൾക്കും അച്ചാറുകൾക്കുമാണ്. അവ ആഭ്യന്തരമായും അന്തർദേശീയമായും വളരെ ജനപ്രിയമാണ്. യുണൈറ്റഡ് കിങ്ഡം മാമ്പഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താവാണ്. ഓരോ വർഷവും ഏകദേശം 16,000 ടൺ മാമ്പഴം അവർ ഉപയോഗിക്കുന്നു. ശീതീകരിച്ച മാമ്പഴം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അച്ചാർ ഉൽപ്പാദനത്തിനായി കയറ്റുമതി ചെയ്യുന്നു. ദേശീയ പച്ചക്കറി ഇന്ത്യൻ മത്തങ്ങ. ദേശീയ പച്ചക്കറിയാണ് ഇന്ത്യൻ മത്തങ്ങ. ഹിന്ദിയിൽ കഡ്ഡു എന്നറിയപ്പെടുന്ന മത്തങ്ങ ഇന്ത്യയിലുടനീളം കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ വളർച്ചയ്ക്ക് പ്രത്യേക മണ്ണിനം ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് വള്ളിച്ചെടിയായി എളുപ്പത്തിൽ വളരുന്നു. പരിചരിക്കാൻ എളുപ്പമുള്ളതും മികച്ച കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായതിനാൽ ഇത് പാവപ്പെട്ടവൻ്റെ പച്ചക്കറിയായി കണക്കാക്കപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ മധുരരുചി സംയോജിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യയുടെ ഉഷ്ണമേഖലയിലെ എല്ലാ ഭാഗങ്ങളിലും ഇത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുകയും ആഹാരമാക്കുകയും ചെയ്യുന്നു. വർഷത്തിലെ ചൂടുള്ള ദിവസങ്ങളിൽ പോലും ഇത് നന്നായി വളരുന്നു. വിത്തുകളും പൾപ്പും കട്ടിയുള്ള ഷെല്ലിൽ കാണപ്പെടുന്നു. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ.
സുസ് റിവേരി എന്നറിയപ്പെടുന്ന ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഇതിൻ്റെ എണ്ണം ഏകദേശം 1200 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എണ്ണയ്ക്കും രാസവളങ്ങളുടെ നിർമ്മാണത്തിനുമായി ഇവ വൻതോതിൽ കൊല്ലപ്പെട്ടിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ പ്രധാന നദികളിലും ഉണ്ടായിരുന്ന ഡോൾഫിൻ വംശനാശ ഭീഷണി നേരിടുന്ന ചാക്രികമായ ഇനമായതിനാൽ ഇവയെ 2010 മെയ് 18 ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു. 1998 ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ റെഡ് ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിപുലമായ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾ, ജലാശയ മലിനീകരണം, ജലസ്രോതസ്സുകളുടെ അമിത ഉപയോഗം, തീവ്രമായ നരവംശ സമ്മർദ്ദം എന്നിവ ഇവയുടെ വംശനാശത്തിന് പ്രധാന കാരണങ്ങളാണ്. ഇന്ത്യയിൽ വൻതോതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവജാലമായതിനാൽ ഇതിന് നിയമപരമായ സംരക്ഷണം ലഭിക്കുന്നു. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളും പ്രാദേശിക ജനങ്ങളും വലയിറക്കുമ്പോൾ ഇവ വലയിൽ അകപ്പെട്ടു പോയാൽ ഇവയെ കുരുക്കിൽ നിന്നും മുക്തമാക്കേണ്ടതാണ്. ഗംഗ ഡോൾഫിൻ അതിൻ്റെ ആകൃതിയിൽ ദീർഘവൃത്താകൃതിയിലാണ്. ഉയർന്ന ഡോർസൽ ഫിന്നും ചെറുതും വൃത്താകൃതിയിലുള്ളതുമായ മൂക്ക് എന്നിവയാണ് ഇതിൻ്റെ സവിശേഷത. ശരീരം ചെറുതും വിശാലവുമാണ്, എന്നാൽ വലിയ തലയും ചരിഞ്ഞ നെറ്റിയും ഇതിന് ഉണ്ട്. ചാരനിറം, വെള്ളനിറം എന്നിവയാണ് ഇവയുടെ നിറങ്ങൾ. പുറകിൽ കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള 2 ലംബ ബാൻഡുകളുണ്ട്. ഇവയുടെ വാൽ കറുത്തതാണ്. അതിൻ്റെ നീളമുള്ള വെളുത്ത അറ്റം ദ്രുതഗതിയിലുള്ള ജലപ്രവാഹങ്ങളിൽ ഒഴുകിപ്പോകാതെയും മറ്റ് ജീവജാലങ്ങളുടെ വായിൽ കുടുങ്ങിപ്പോകാതെയും നീന്താൻ സഹായിക്കുന്നു. മത്സ്യങ്ങളും ഞണ്ടുകളും മറ്റു ചെറിയ ജലജീവികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ആൺ ഡോൾഫിന് 130 കിലോ വരെ ഭാരവും ഏകദേശം 3 മീറ്റർ നീളവുമുണ്ട്. പെൺ ഡോൾഫിൻ വലിപ്പത്തിൽ അല്പം ചെറുതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന റിവർ ഡോൾഫിനുകളുടെ ഇനത്തിൽ ഉൽപാദനക്ഷമതയുള്ള ഏക വിഭാഗമാണ് ഗംഗ ഡോൾഫിനുകൾ. ലോകത്തിലെ നീന്തുന്ന സസ്തനികളിൽ ഒന്നായ ഇവയെ ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ മികച്ച നീന്തൽക്കാർ എന്നാണ് രചയിതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കോളറ, മസ്തിഷ്ക ജ്വരം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ രോഗങ്ങളുടെ വ്യാപനം നിയന്ത്രിക്കുന്നതിൽ ഗംഗാ നദി ഡോൾഫിനുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ നിന്നും മറ്റു മൃഗങ്ങളിലേക്ക് പടരുന്നത് തടയുന്നതിലൂടെ അത്തരം ഏതെങ്കിലും രോഗത്തെ ഇല്ലാതാക്കാനും ഇവയ്ക്ക് കഴിഞ്ഞേക്കാം. ഇവയുടെ വംശനാശം പരിസ്ഥിതിവാദികൾ, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ, പണ്ഡിതന്മാർ, വന്യജീവി വിദഗ്ധർ എന്നിവരെ ആശങ്കപ്പെടുത്തുന്നു. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയിലാണ് ഗംഗാ നദി ഡോൾഫിനുകൾ പ്രധാനമായും കാണപ്പെടുന്നത്. നേരത്തെ ഇന്ത്യയിലെ എല്ലാ നദികളിലും ഇത് കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ നരവംശപരമായ അസ്വസ്ഥതകളും മനുഷ്യനിർമ്മിത തടസ്സങ്ങളും കാരണം ഇത് തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഗംഗാ നദിയുടെ തീരത്ത് 1450 കിലോമീറ്റർ ചുറ്റളവിൽ അരുവികളിലോ ഓക്സ്ബോ തടാകങ്ങളിലോ കായലുകളിലോ ഇവ ജീവിക്കുന്നു. 2001 നാഷണൽ അക്വാട്ടിക് ആനിമൽ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള റിവർ ഡോൾഫിനുകളെ വേട്ടയാടുകയോ കൊല്ലുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഈ ഇനത്തിൽ കയറ്റുമതിയും ഇറക്കുമതിയും നിരോധിക്കുന്ന സിറ്റീസ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളിലെ അന്താരാഷ്ട്ര വ്യാപാരത്തെക്കുറിച്ചുള്ള കൺവെൻഷൻ അനുബന്ധം 1 ഇത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിവർഗത്തെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഗംഗാ നദി ഡോൾഫിനുകൾക്കായുള്ള ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാമും അതിൻ്റെ പുനരവലോകനവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ മത്സ്യം അയല അല്ലെങ്കിൽ അയക്കൂറ. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഇന്ത്യൻ അയലയാണ്. റാസ്റ്റിലിജർ കണാഗർട്ട സ്ക്രൈബിഡേ കുടുംബത്തിലെ ട്യൂണയുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രധാനപ്പെട്ട മത്സ്യം മലേഷ്യയിലും ഇന്തോനേഷ്യയിലും കെംബുങ് എന്നും ഗുജറാത്തിയിൽ ബാഗഡി എന്നും മറാത്തിയിൽ ബാങ്ഡ എന്നും തമിഴിൽ കാനം കേളുത്തി എന്നും അറിയപ്പെടുന്നു. സമുദ്രങ്ങളും അവയുടെ ചുറ്റുമുള്ള കടലുകളും ആണ് ഇവയുടെ ആവാസ കേന്ദ്രം.
ഇത് ഒരു പ്രധാന ഭക്ഷ്യ മത്സ്യമാണ്. ഇത് സാധാരണയായി തെക്ക് കിഴക്കൻ ഏഷ്യൻ പാചക രീതികൾ ഉപയോഗിക്കുന്നു. ദേശീയ ഉരഗം രാജവെമ്പാല. ഇന്ത്യൻ സംസ്കാരം, മതം, തത്വചിന്ത എന്നിവ ദേശീയ ഉരഗമായ രാജവെമ്പാലയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നു. ഇന്ത്യയിൽ ഈ പാമ്പ് ശിവന്റെ ആഭരണമായ കുണ്ടലിനി, ഊർജം, സംസാരം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ഡമ്മി ദൈവമായും കാണുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഉരഗങ്ങൾ, പ്രാണികൾ, മറ്റു പാമ്പുകൾ തുടങ്ങിയവയാണ് ഇവയുടെ ഭക്ഷണം. ഇന്ത്യയിലെ 500 പൈസയുടെ സ്മരണിക തപാൽ സ്റ്റാമ്പിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന ഈ ഉരഗത്തെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പാണ് രാജവെമ്പാല. ഏകദേശം 3 മീറ്റർ നീളത്തിൽ വളരുന്ന ഇവയുടെ ഒറ്റക്കടിയിൽ 6 മില്ലി വിഷം വരെ കുത്തിവയ്ക്കാനുള്ള കഴിവുണ്ട്. ഇരയെ അഭിമുഖീകരിക്കുമ്പോൾ ഇവയ്ക്ക് അവരുടെ ശരീരത്തിൻ്റെ 1/3 വരെ നിലത്തുനിന്നും നേരെ ഉയർത്താനും ആക്രമണത്തിനായി മുന്നോട്ടു പോകാനും കഴിയും. ഇടതൂർന്ന മഴക്കാടുകളിലും കൊടും കാടുകളിലും താമസിക്കുന്ന ഈ ലജ്ജാശീല മൃഗത്തെ വളരെ അപൂർവമായി മാത്രമേ കാണാനാകൂ. ഇന്ത്യൻ കോബ്ര നിറത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചാര, മഞ്ഞ, തവിട്ട്, ചുവപ്പ് അല്ലെങ്കിൽ കറുപ്പ് എന്നീ നിറങ്ങൾ കാണപ്പെടുന്നു. ഇതിന് വലിയ തലയും ഇടുങ്ങിയ ശരീരവുമുണ്ട്. ഇവയെ തിരിച്ചറിയുന്നത് പ്രധാനമായും ഒരു ജോഡി വലിയ ചെതുമ്പലുകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയാണ്. തലയുടെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആൻസിപിറ്റലുകളും ഇവയുടെ സവിശേഷതയാണ്. ദേശീയ ചിത്രശലഭം ഓറഞ്ച് ഓക്ക് ലീഫ്. ചിത്രശലഭങ്ങൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ അംബാസിഡർമാരാണ്. അവ നമ്മുടെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രധാന ജൈവ സൂചകങ്ങളാണ്. ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ ചിത്രശലഭങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും നമ്മുടെ ദേശീയ പ്രകൃതി സമ്പത്തുകൾ ആഘോഷിക്കുന്നതിനുമായി രാജ്യമെമ്പാടുമുള്ള ചിത്രശലഭ പ്രേമികളും പ്രകൃതി സ്നേഹികളും ഇന്ത്യയുടെ ദേശീയ ചിത്രശലഭത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതിനായി ഒരു ദേശീയ ചിത്രശലഭ ക്യാമ്പയിൻ സോർഷ്യം 2020 സെപ്റ്റംബർ 10 ഒത്തുകൂടി. ദേശീയ ചിത്രശലഭത്തെ തിരഞ്ഞെടുക്കുന്നതിനായി ഉൾപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ: ശലഭത്തിന് രാജ്യത്തിനും അന്തർദേശീയമായും സാംസ്കാരികമായും പാരിസ്ഥിതികവും സംരക്ഷണവുമായ പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഇത് കരിസ്മാറ്റിക് ആയിരിക്കണം. പൊതുജനങ്ങളുമായി ഇടപഴകുന്ന അന്തർലീനമായ ആകർഷകമായ ജൈവവശം ഉണ്ടായിരിക്കണം. എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതും നിരീക്ഷിക്കാവുന്നതും ഓർമ്മിക്കാവുന്നതും ആയിരിക്കണം. സ്പീഷീസിന് ഒന്നിലധികം രൂപങ്ങൾ ഉണ്ടാകരുത്. ബട്ടർഫ്ലൈ കാറ്റർപില്ലറുകൾ ദോഷകരമോ കീടമോ ആയിരിക്കരുത്. ഈ ശലഭം വളരെ സാധാരണമായിരിക്കരുത്. ഇതിനകം ഒരു സംസ്ഥാന ബട്ടർഫ്ലൈ ആയി നിശ്ചയിച്ചിട്ടുള്ള സ്പീഷീസുകൾ ഒഴിവാക്കുക. മേൽപ്പറഞ്ഞ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് ഏകദേശം 50 ചിത്രശലഭ ഇനങ്ങളുടെ അന്തിമ പട്ടികയിൽ കൺസോർഷ്യം എത്തി. അവസാനം 7 സ്പീഷീസുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് എല്ലാ കൺസോർഷ്യം അംഗങ്ങളും വോട്ടിംഗ് സ്കോറിംഗ് സംവിധാനം ഉപയോഗിച്ചു. ശേഷം വോട്ടെടുപ്പ് സെപ്റ്റംബർ 11 ആരംഭിച്ച് വന്യജീവി വാരത്തിൻ്റെ അവസാനം 2020 ഒക്ടോബർ 8 അവസാനിച്ചു. തിരഞ്ഞെടുപ്പിലൂടെ ഓറഞ്ച് ഓക്ക് ലീഫിനെ ഇന്ത്യയുടെ ദേശീയ ചിത്രശലഭമായി തിരഞ്ഞെടുത്തു. ഓറഞ്ച് ഓക്ക് ലീഫിൻ്റെ മറ്റൊരു പേര് കല്ലിമ ഇനാച്ചസ് എന്നാണ്. ഇതൊരു വലിയ വർണ്ണാഭമായ ചിത്രശലഭമാണ്. മനോഹരമായ ആഴത്തിലുള്ള നീല ഷീനും ചിറകുകളുടെ മുകൾ ഭാഗത്ത് ശ്രദ്ധേയമായ ഓറഞ്ച് ബാൻഡും ഉണ്ട്. ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇതിൻ്റെ അടിവശം ഒരു ഉണങ്ങിയ ഇലയോട് സാമ്യമുള്ളതാണ്. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് സഹായിക്കുന്നു. ഇതിനെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഈർപ്പമുള്ള വനങ്ങൾ കാണാൻ സാധിക്കും. ദേശീയ നദി ഗംഗാ നദി. പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ എന്നിവയിലൂടെ 2510 കിലോമീറ്റർ ഒഴുകുന്ന ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ്. ഗംഗോത്രി ഹിമാനിയിലെ ഹിമാലയൻ മഞ്ഞുപാളികളിൽ നിന്നാണ് ഭഗീരഥ നദി ഉത്ഭവിക്കുന്നത്. അളകനന്ദ, യമുന, സൺ, ഗുംതി, കോസി, ഘാഗ്ര എന്നിവയുൾപ്പെടെ മറ്റ് നദികൾ പിന്നീട്
അതിൽ ചേരുന്നു. 10 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗംഗാ നദീതടം ലോകത്തിലെ ഏറ്റവും ഫലപുഷ്ടവും ഉയർന്ന ജനസാന്ദ്രതയുള്ളതുമായ നദികളിൽ ഒന്നാണ്. ഈ നദിയിൽ 2 അണക്കെട്ടുകൾ ഉണ്ട്. ഒന്ന് ഹരിദ്വാറിലും മറ്റൊന്ന് ഫറാക്കയിലും. ഗംഗാ നദി ഡോൾഫിൻ ഈ നദിയിൽ മാത്രം വസിക്കുന്ന ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയാണ്. ലോകത്തിലെ ഏറ്റവും പുണ്യമായ നദിയായാണ് ഹിന്ദുക്കൾ ഗംഗയെ കാണുന്നത്. വാരണാസി, ഹരിദ്വാർ, അലഹബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നദിയുടെ തീരത്ത് പ്രധാനപ്പെട്ട മതപരമായ ആചാരങ്ങളുണ്ട്. ഗംഗ ബംഗ്ലാദേശിലെ സുന്ദർബൻസ് ചതുപ്പിലെ ഗംഗാ ഡെൽറ്റയിലേക്ക് വികസിക്കുന്നു. ഈ യാത്രയുടെ അവസാനം ബംഗാൾ ഉൾക്കടലിലേക്കാണ്. 2008 നവംബർ 4 ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഗംഗാ നദി എന്നറിയപ്പെടുന്ന ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദി എന്ന് നാമകരണം ചെയ്തു. അന്നു മുതൽ ഇത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളുടെ ഭാഗമാണ്. വിശുദ്ധിയുടെയും ആത്മീയതയുടെയും പ്രതീകമായ ഗംഗ ഇന്ത്യയുടെ ഏറ്റവും വിശുദ്ധ നദി എന്നും അറിയപ്പെടുന്നു. ഗംഗ ആക്ഷൻ പ്ലാൻ GAP ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1986 ആദ്യമായി നിർദ്ദേശിച്ചു. ഇത് ലക്ഷ്യമിടുന്നത് നദിയിലെ മലിനീകരണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ, നദീജലം ബാത്തിങ് ക്ലാസ് സ്റ്റാൻഡേർഡ് നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ, ജലത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന്, ഗാർഹിക മലിനജലം തടയുകയും വഴിതിരിച്ചു വിടുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിന്, അപകടകരമായ വ്യാവസായിക മാലിന്യങ്ങൾ നദിയിലേക്ക് തള്ളുന്നത് ഒഴിവാക്കാൻ, നോൺ പോയിൻ്റ് മലിനീകരണം നദിയിൽ ബോധപൂർവം പ്രവേശിക്കുന്നത് തടയാൻ, നദിയെ ശുദ്ധവും വ്യക്തവുമായി നിലനിർത്തുന്നതിന് ഗവേഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കാൻ, പുതിയ മലിനജല സംസ്കരണ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ, ഫലപ്രദമായി തെളിയിക്കപ്പെട്ടതുപോലെ മലിനീകരണം കുറയ്ക്കുന്നതിന് മൃദുവായ ഷെൽഡ് ആമകളെ പുനരധിവസിപ്പിക്കാൻ, വൈദ്യുതി ഉൽപ്പാദനത്തിനായി മീഥേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് റിസോഴ്സ് വീണ്ടെടുക്കലിന് ബദലായി ഗംഗയെ ഉപയോഗപ്പെടുത്താൻ, ഗംഗാ നദിയുടെ മറ്റു ഭാഗങ്ങളിലും സമാനമായ പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കാൻ. GAP ഘട്ടം 1 1985 ജൂണിലാണ് ഇത് ആദ്യമായി പുറത്തിറക്കിയത്. 25 പട്ടണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശിലെ 6 പട്ടണങ്ങൾ, ബീഹാറിലെ 4 പട്ടണങ്ങൾ, പശ്ചിമ ബംഗാളിലെ 15 പട്ടണങ്ങൾ. GAP ഘട്ടം 2 1993 ഇത് ആരംഭിച്ചു. 6 സംസ്ഥാനങ്ങളും 1 കേന്ദ്രഭരണ പ്രദേശവും ഇതിൽ ഉൾപ്പെടുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഡൽഹി, ഹരിയാന. 2ാം ഘട്ടത്തിൽ ഗംഗയുടെ പോഷകനദികളിൽ എല്ലാം തന്നെ ഗംഗാ കർമ്മ പദ്ധതി വികസിപ്പിച്ചെടുത്തു. പദ്ധതിയുടെ 2ാം ഘട്ടമായി ദേശീയ നദീസംരക്ഷണ പദ്ധതി ആരംഭിച്ചു. യമുന, മഹാനദി, ഗോമതി, ദാമോദർ എന്നീ ഗംഗയുടെ പോഷകനദികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ദേശീയ ഗംഗാ നദീതട അതോറിറ്റി നടപ്പാക്കൽ വിഭാഗം നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയാണ്. NMCGക്ക് 2 തലങ്ങളുണ്ട്: ഭരണസമിതി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. 2016 ദേശീയ ഗംഗാ നദീതട അതോറിറ്റി NGRBA പിരിച്ചുവിട്ടു. ഗംഗാ നദിയുടെ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനും പരിപാലനത്തിനും ദേശീയ കൗൺസിൽ, അതായത് ദേശീയ ഗംഗാ കൗൺസിൽ എന്നറിയപ്പെടുന്നത് സ്ഥാപിക്കപ്പെട്ടു. നാഷണൽ മറൈൻ കൺസർവേഷൻ ഗ്രൂപ്പ് തുറന്ന ഡ്രെയിനുകൾ വഴി ഒഴുകുന്ന മലിനജലം തടഞ്ഞ് അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ട് അല്ലെങ്കിൽ സംസ്കരിച്ച് ഗംഗാ നദി മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഏർപ്പെടുന്നു. ബയോ റെമഡിയേഷൻ, ഉചിതമായ ഇൻസിറ്റു ട്രീറ്റ്മെൻറ്റ്, അത്യാധുനിക സാങ്കേതിക വിദ്യ, മലിനജല സംസ്കരണ പ്ലാന്റുകൾ SDP, മാലിന്യ സംസ്കരണ സൗകര്യങ്ങൾ EDP എന്നിവ ഉപയോഗിച്ച് മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. നിലവിൽ മലിനജലവും വ്യാവസായിക മാലിന്യങ്ങളും കൊണ്ട് നദി അടിഞ്ഞു കിടക്കുകയാണ്. ടാനറികൾ, പഞ്ചസാര മില്ലുകൾ, ഡിസ്റ്റിലറികൾ, പൾപ്പ്, പേപ്പർ മില്ലുകൾ എന്നിവയാണ് ഇവയിൽ ഏറ്റവും ദോഷകരമായ വ്യവസായങ്ങൾ. വേനൽക്കാലത്തുടനീളം മലിനീകരണ തോത് കുറയ്ക്കുന്നത് പ്രത്യേകിച്ച് ഒരു വെല്ലുവിളിയാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനൊപ്പം വൈദ്യുത പദ്ധതികൾ സുഗമമായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്യാൻ
നരേന്ദ്രമോദി സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഗംഗയുമായി മതപരവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങൾ അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹിമാലയൻ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് ആൻഡ് കൺസർവേഷൻ ഓർഗനൈസേഷൻ്റെ സ്ഥാപകനും ചെയർമാനുമായ അനിൽ ജോഷി പറയുന്നു, മലിനീകരണം ഭക്തരുടെ ഭക്തിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടില്ലെങ്കിലും കൃഷി പോലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദേശീയ സൂക്ഷ്മജീവി ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി. ഇന്ത്യക്ക് ദൃശ്യലോകത്തു നിന്നുള്ള അടയാളങ്ങൾ മാത്രമല്ല, അതിസൂക്ഷ്മ ലോകത്തു നിന്നുള്ള ഒരു ചിഹ്നവുമുണ്ട്. 2012 ഒക്ടോബർ 18 ഇന്ത്യയുടെ വനം പരിസ്ഥിതി സഹമന്ത്രി ജയന്തി നടരാജൻ ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കിയെ രാജ്യത്തിൻ്റെ ദേശീയ സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചു. 2013 ഒക്ടോബർ മുതൽ ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി ഇന്ത്യയുടെ ദേശീയ സൂക്ഷ്മജീവിയാണ്. സയൻസ് എക്സ്പ്രസ് ബയോഡൈവേഴ്സിറ്റി സ്പെഷ്യൽ ട്രെയിനിങ്ങിൽ രാജ്യത്തെ നിരവധി സ്റ്റേഷനുകൾ പര്യടനം നടത്തിയ യുവാക്കളാണ് ഈ ജീവിയെ തിരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്തത്. മോരും തൈരും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണിത്. അതിനാൽ ഇത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ജീവിത രീതിയുടെയും ഭാഗമാണ്. ലാക്ടോബാസിലസ് ഡെൽബ്രൂക്കി 2014 വരെ ലാക്ടോബാസിലസ് ബൾഗേറിക്കസ് എന്നറിയപ്പെട്ടിരുന്നു. ഇത് ഏകദേശം 200 ഡോക്യുമെൻറ്റഡ് ലാക്ടോബാസിലസ് ജീനോം കോംപ്ലക്സ് LGC സ്പീഷീസുകളിൽ ഒന്നാണ്. എന്നാൽ ശരീരത്തിൽ സാധുതയുള്ളതല്ല. തൈര് ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ബാക്ടീരിയയായ ഇത് പാൽക്കട്ടകൾ പാകമാകുന്നതിനും പ്രകൃതിദത്തമായി പുളിപ്പിച്ച മറ്റു ഉൽപ്പന്ന പ്രക്രിയകൾക്കും പ്രധാനമാണ്. ലാക്റ്റിക് ആസിഡിൻ്റെ കാർബോഹൈഡ്രേറ്റ് ദഹനത്തിൻ്റെ ഏകാന്തമായ അന്തിമ ഉൽപ്പന്നമായതിനാൽ ഇതിനെ ഹോമോ ഫെർമെൻറ്റീവ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയം എന്ന് തരംതിരിക്കുന്നു. ഇത് ഒരു പ്രോബയോട്ടിക് ആയി കണക്കാക്കപ്പെടുന്നു. ദേശീയ കായിക വിനോദം. ഇന്ത്യക്ക് ഔദ്യോഗിക ദേശീയ കായിക വിനോദം ഇല്ല. ഇന്ത്യയുടെ ദേശീയ ഗെയിം ഹോക്കിയാണെന്നത് വ്യാപകമായ തെറ്റിദ്ധാരണയാണ്. വാസ്തവത്തിൽ ഒരു കായിക ഇനവും ഔദ്യോഗികമായി രാജ്യത്തിൻ്റെ ദേശീയ കായികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദേശീയ കായിക വിനോദങ്ങൾ ആളുകളെ ശാരീരികമായി സജീവമാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പൗരന്മാർക്ക് കായിക വിനോദത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യം ഊന്നി പറയുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദത്തെ ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഹോക്കി ഇന്ത്യയുടെ അനൗദ്യോഗിക ദേശീയ കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ ഒളിമ്പിക്സിൽ മികവ് പുലർത്തുകയും 8 സ്വർണ്ണ മെഡലുകൾ നേടുകയും ധ്യാൻചന്ദ്, ബൽബീർ സിംഗ് സീനിയർ, ധനരാജ് പിള്ള തുടങ്ങിയ താരങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു കായിക വിനോദമാണ് ഹോക്കി. എന്നിരുന്നാലും ഇത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമല്ല. 1928 മുതൽ 1956 വരെയുള്ള ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി കളിക്കാർ തുടർച്ചയായി 6 സ്വർണം നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. മഹാരാഷ്ട്രയിലെ ധൂലെ ജില്ലയിൽ നിന്നുള്ള ഒരു അധ്യാപകൻ 2020 സർക്കാരിന് ഒരു വിവരാവകാശ രേഖ സമർപ്പിച്ചു. ഹോക്കി ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണോ അല്ലയോ എന്ന്. ഇതിൻ്റെ മറുപടി രാജ്യത്തിന് ഔദ്യോഗികമായി ദേശീയ കായിക വിനോദം പട്ടികപ്പെടുത്തിയിട്ടില്ല എന്നാണ്. കാരണം എല്ലാ ജനപ്രിയ കായിക ഇനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഹോക്കി ഇന്ത്യയുടെ ദേശീയ ഗെയിമായി കണക്കാക്കപ്പെടുന്നതിന് കാരണം ഇത് ഏറ്റവും പഴയ ഗെയിമുകളിൽ ഒന്നാണ്. 1925 ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ഇതിന് അംഗീകാരം നൽകി. ഇന്ത്യക്കാർക്കുള്ള ആദ്യ അന്താരാഷ്ട്ര ഹോക്കി ടൂർ ന്യൂസിലൻഡിനെതിരെയാണ് കളിച്ചത്. 21 കളികളിൽ ഇന്ത്യ 18 എണ്ണത്തിൽ വിജയിച്ചു. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ വിജയങ്ങൾ അവരെ വേറിട്ട് നിർത്തുകയും കൂടുതൽ പൗരന്മാരെ ഹോക്കി കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 1928 മുതൽ 1956 വരെ ഹോക്കി വളരെ ജനപ്രിയമായിരുന്നു. ഒളിമ്പിക്സ് ഗെയിംസിൽ ഇന്ത്യ തുടർച്ചയായി 6 സ്വർണം നേടിയതിനാൽ ഈ കാലഘട്ടം ഇതിൻ്റെ സുവർണ്ണ കാലമായി കണക്കാക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന് വിശ്വസിക്കപ്പെട്ടത്.
ബ്രിട്ടീഷുകാരാണ് ഹോക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. നിരവധി ജനപ്രിയ കായിക ഇനങ്ങളെ പിന്തള്ളി ഇത് ശ്രദ്ധേയമായി. ഇന്ത്യയിലെ ആദ്യത്തെ ഹോക്കി അസോസിയേഷൻ ബംഗാൾ ഹോക്കി അസോസിയേഷൻ ആയിരുന്നു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഹോക്കി ഇന്ത്യയിലെ പുരുഷ വനിതാ ഹോക്കിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വമുള്ള ഭരണസമിതിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. മികച്ച ഹോക്കി താരം ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നു. ആദ്യത്തെ ദേശീയ കായിക ദിനം 2012 ഓഗസ്റ്റ് 29 ആഘോഷിച്ചു. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിനെ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് ഇന്ത്യ ഗവൺമെൻറ് അടുത്തിടെ പുനർനാമകരണം ചെയ്തു. ഹോക്കിക്ക് പുറമെ ഇന്ത്യയുടെ കബഡി ടീമും ആഗോളതലത്തിൽ ഗെയിമിനെ നയിക്കുന്നു. കൂടാതെ നിരവധി ലോകകപ്പ് ഇവൻറ്റുകളിലും ഏഷ്യൻ ഗെയിംസുകളിലും 7 സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുണ്ട്. അതിനാൽ ഇത് ഇന്ത്യയുടെ ദേശീയ ഗെയിമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. മറ്റൊരു കായിക വിനോദമായ ക്രിക്കറ്റും ഇന്ത്യയുടെ ദേശീയ ഗെയിമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. എങ്കിലും ഇതുവരെ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ഇന്ത്യൻ സാംസ്കാരിക നാടോടി പരമ്പരാഗത ഹിന്ദു നൃത്തം ഭരതനാട്യമാണ്. യഥാക്രമം ഇന്ത്യയുടെ ദേശീയ നൃത്തം എന്ന് അറിയപ്പെടുന്നു ഭരതനാട്യം. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ ഭരതനാട്യം ക്ഷേത്രങ്ങൾക്കായി സമർപ്പിച്ചിരുന്ന നർത്തകരുടെ കലയിൽ നിന്ന് വളർന്നു. മുൻപ് സതിർ അല്ലെങ്കിൽ ദാസിയാട്ടം എന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ പരമ്പരാഗത നൃത്തങ്ങളിലാദ്യമായി നാടകകലയായി പുനർനിർമ്മിക്കുകയും സ്വദേശത്തും വിദേശത്തും വ്യാപകമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഭരതനാട്യം ഭരതൻ്റെ നാട്യശാസ്ത്രം പോലുള്ള ക്ലാസിക്കുകളുടെ പ്രകടനത്തിൻ്റെ തത്വങ്ങളിലും സൗന്ദര്യശാസ്ത്രത്തിലും അധിഷ്ഠിതമാണ്. തെലുങ്ക്, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലെ ഗാനങ്ങളുടെ സമൃദ്ധമായ ശേഖരം ഇതിലുണ്ട്. ഭരതനാട്യം പാരായണത്തിൻ്റെ ഇന്നത്തെ ഫോർമാറ്റും അതിൻ്റെ സംഗീത രചനകളുടെ വിലപ്പെട്ട ഭാഗവും സൃഷ്ടിച്ചത് 19ാം നൂറ്റാണ്ടിലെ പ്രശസ്തരായ തഞ്ചൂർ ക്വാർട്ടറ്റ് എന്നറിയപ്പെട്ട സഹോദരന്മാരായ പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദം, വടിവേലു എന്നിവരാണ്. ഭരതനാട്യത്തിന് നൃത്തം, അമൂർത്ത നൃത്തം, നൃത്യ എന്നിവയുടെ വളരെ വികസിത ഭാഷയുണ്ട്. തീമുകൾക്ക് മാനുഷികവും ദൈവികവുമായ സ്നേഹത്തിൻ്റെ വിശാലമായ ശ്രേണിയുണ്ട്. അവ പൊതുവെ ശൃംഗാരം, ഭക്തി എന്നിവയുടെ കീഴിലായി തരംതിരിച്ചിരിക്കുന്നു. ഭരതനാട്യത്തിൻ്റെ സംഗീതം ദക്ഷിണേന്ത്യയിലെ കർണാടക സമ്പ്രദായത്തിൽ പെടുന്നു. ഒരു നൃത്ത പാരായണത്തോടൊപ്പമുള്ള സംഗീതജ്ഞരിൽ കുറഞ്ഞത് ഒരു ഗായകൻ, ഒരു മൃദംഗം വാദകൻ, ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധൻ അല്ലെങ്കിൽ വയലിസ്റ്റ് അല്ലെങ്കിൽ വീണവാദകൻ എന്നിവരും ഉൾപ്പെടുന്നു. ഒരു ജോഡി ചെറിയ വെങ്കല കൈത്താളങ്ങൾ വായിക്കുമ്പോൾ നൃത്ത അക്ഷരങ്ങൾ വായിക്കുന്ന ഒരു നാട്ടുവാനർ അല്ലെങ്കിൽ നൃത്ത കണ്ടക്ടറും സംഘത്തിൽ ഉൾപ്പെടുന്നു. ദേശീയ പാനീയം ചായ. ഒരു ദേശീയ പാനീയം എന്നത് ഒരു പ്രത്യേക രാജ്യവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യതിരിക്തമായ പാനീയമാണ്. അത് അവരുടെ ദേശീയ സത്വത്തിൻ്റെയും സ്വയം പ്രതിച്ഛായയുടെയും ഭാഗമാകാം. പ്രസിദ്ധമായ ആസാം ചായയും ഡാർജിലിംഗ് ചായയും ഉൾപ്പെടെ ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ തേയില ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. അസമിൻ്റെ സ്റ്റേറ്റ് ഡ്രിങ്ക് ആണ് ചായ. ഇതിനെ തുടർന്ന് മുൻ ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ മൊണ്ടേയ് സിംഗ് അലുവാലിയ 2013 ചായയെ ഇന്ത്യൻ ദേശീയ പാനീയമായി ഔദ്യോഗികമായി അംഗീകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. കൃഷ്ണതുളസി, ഏലം, കുരുമുളക്, പുതിന തുടങ്ങിയ വിവിധ സസ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും നൽകുന്ന ഔഷധ ഗുണങ്ങൾ ഇന്ത്യൻ അടുക്കളകളിൽ വളരെ കാലം ഉപയോഗിച്ചു വരുന്നു. പരമ്പരാഗതമായി ഈ ചെടികളുടെ ഇലകളോ സുഗന്ധവ്യഞ്ജനങ്ങളോ ഉപയോഗിച്ച് നിർമ്മിച്ച ചായകൾ ഗുരുതരമായത് മുതൽ നിസ്സാരമായത് വരെയുള്ള രോഗങ്ങൾക്ക് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു. പാലും മധുരവും കലർന്ന ചായയുടെ രുചി ചില ഔഷധങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും കയ്പ് മറയ്ക്കാൻ സഹായിക്കുന്നു. അതേസമയം ഏലം, ഗ്രാമ്പൂ, ഇഞ്ചി എന്നിവ ചായയ്ക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾക്കൊപ്പം മനോഹരമായ സ്വാദും സുഗന്ധവും നൽകുന്നു.
1-ാം നൂറ്റാണ്ടിൽ ബുദ്ധസന്യാസിമാരായ ബോധിധർമ്മ, ഗ്യാൻ ലു എന്നിവരുടെ കഥകളും ഛായയുമായുള്ള അവരുടെ ഇടപെടലുകളുമുള്ള രേഖകൾ ലഭിച്ചിട്ടുണ്ട്. റോബർട്ട് സീലയുടെ 1958 പുസ്തകമായ എ റിവിഷൻ ഓഫ് ദ ജനസ് കാമില പോലുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് തേയില ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തദ്ദേശീയമാണെന്നാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.